നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അഹം തു തദ്വിജാനാമി വിജേതും യേന ശക്യതേ. അവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും, അവരുടെ സമ്പത്ത് മുഴുവൻ എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും, അതിനുള്ളതായ മാർഗം എന്റെ കയ്യിലുണ്ട്, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അല്ലയോ ദുര്യോധന, നീ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ദുഃഖത്തിന്റെ ആധിക്യത്താൽ, അതൊക്കെ നീ അങ്ങ് വിട്ടുകള. നീ ജീവിച്ചിരിക്കണം, ആനന്ദത്തോടുകൂടിയിരിക്കണം, ഈ ലോകത്തിന് മുഴുവൻ ചക്രവർത്തിയായിരിക്കണം. അതിന് വേണ്ടുന്നത് ഈ അമ്മാവൻ ചെയ്തു തരുന്നുണ്ട്. അത് യുദ്ധത്തിൽ കൂടിയല്ല, യുദ്ധത്തിൽ കൂടി സാധ്യമല്ല. പിന്നെയോ അല്ലയോ രാജാവേ, അത് ചൂതുകളിയിൽ കൂടിയാണ്. ശകുനി ദുര്യോധനോട് പറഞ്ഞു, ദ്യൂതപ്രിയശ്ച കൗന്ദേയോ നസജാനാതി ദേവിതം. കുന്തിപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ചൂത് കളിക്കുന്ന കാര്യത്തിൽ വളരെയേറെ താല്പര്യമുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ചതുരംഗ ഈ ചൂതുകളിയിൽ എനിക്കുള്ളതായ മികവില്ല. കളിയിൽ വളരെയേറെ താല്പര്യം, അതുകൊണ്ട് അദ്ദേഹം വാശിയോടുകൂടി കളിക്കും. പക്ഷെ എനിക്കുള്ള മികവ് അദ്ദേഹത്തിനില്ല എന്ന് അറിഞ്ഞുകൊള്ളണം. ചൂതുകളിയിൽ വിജയം കൈവരിക്കണമെങ്കിൽ ആ പരലുകളെ, അക്ഷങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ അത് വീഴുള്ളൂ. അത് ഈ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ അറിയാവൂ. അതറിയുന്നത് എന്റെ അമ്മാവനായിരിക്കുന്ന ഈ ശകുനി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചൂത് കളിച്ചിട്ട് യുധിഷ്ഠിരന്റെ സമ്പത്ത് മുഴുവൻ നേടിത്തരാം. യുധിഷ്ഠിരന്റെ സ്വഭാവം ചൂത് കളിക്കാൻ വെല്ലുവിളിച്ചാലോ, സമാഹൂതശ്ച രാജേന്ദ്രോ നശക്ഷ്യതി നിവർത്തിതും. അദ്ദേഹത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ വെല്ലുവിളി സ്വീകരിക്കും. അതിൽ നിന്നിട്ട് ഒരിക്കലും പിന്തിരികയില്ല എന്നറിഞ്ഞുകൊള്ളണം. ദേവനേ കുശലശ്ചാഹം നമേസ്തി സദൃശോ ഭുവി. ചൂത് കളിക്കുന്ന കാര്യത്തിലെ അക്ഷങ്ങളെല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്നിടത്ത് എത്തിക്കുന്ന കാര്യത്തില് ഞാൻ അങ്ങേറ്റ സമർത്ഥനാണ്. എനിക്ക് തുല്യനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. ഈ ലോകത്തിൽ നിന്ന് മാത്രമല്ല, 3 ലോകങ്ങളിലും, അങ്ങ് അതല വിതലാതി പാതാളം വരെയുള്ള ലോകങ്ങളിലും അധോലോകങ്ങളിലും, അതേപോലെ തന്നെ അങ്ങ് മുകളിലോട്ടുള്ള ഭൂർലോക സ്വർലോകാദികളിലും. അല്ലയോ ദുര്യോധന, എനിക്ക് തുല്യനായിട്ട് വേറെ ആരുമില്ല എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നതെന്നറിയോ, തം ത്വം ദ്യൂതേ സമാഹ്വയ. നീ യുധിഷ്ഠിരനെ വെല്ലുവിളിക്കണം. എന്തിനാ? ചൂത് കളിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നീ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കും, വരും. കളിക്കേണ്ടത് നിന്നോടല്ല, പിന്നെയോ കളിക്കേണ്ടത് എന്നോടാണ്. എന്നോട് ചൂത് കളിക്കാൻ വേണം നീ വെല്ലുവിളിക്കാൻ. യുധിഷ്ഠിരൻ അത് സ്വീകരിച്ചു വന്നിട്ട് എന്നോട് കളിക്കും, എല്ലാം അടിയറവ് പറയുകയും ചെയ്യും. അങ്ങനെ യുധിഷ്ഠിരന്റെ സർവ്വ ഐശ്വര്യങ്ങളും വളരെ എളുപ്പത്തില്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നിന്റെ കയ്യില് വന്നു ചേരും എന്നറിഞ്ഞുകൊള്ളുക. ദുര്യോധനനെ
ശകുനി ധൈര്യം കൊടുത്ത് വേണ്ടുന്നതായ മാർഗം ഉപദേശിച്ചു കൊടുത്തു. എന്തൊക്കെയാ ഞാൻ പിടിച്ചെടുക്കുക യുധിഷ്ഠിരനിൽ നിന്നിട്ട്? രാജ്യം ശ്രേയം ച താം ദീപ്താം ത്വദർത്ഥം പുരുഷർഷഭ. അല്ലയോ പുരുഷശ്രേഷ്ഠ, യുധിഷ്ഠിരന്റെ ആ രാജ്യത്തെ ഞാൻ പിടിച്ചെടുക്കും, യുധിഷ്ഠിരന്റെ ഐശ്വര്യത്തെ ഞാൻ പിടിച്ചെടുക്കും. എങ്ങനെയുള്ള ഐശ്വര്യം? അങ്ങേയറ്റം ജ്വലിച്ചു നിൽക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ നിറയുന്ന, പ്രപഞ്ചത്തെ അതിശയിക്കുന്നതായ എന്റെ ഐശ്വര്യത്തെ മുഴുവൻ ഞാൻ പിടിച്ചെടുക്കും. ആർക്കു വേണ്ടി? ത്വദർത്ഥം, നിനക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം നിനക്ക് വേണ്ടി പിടിച്ചെടുത്തിട്ട് ഞാൻ നിനക്ക് തരും. അതുകൊണ്ട് ദുര്യോധന, നിന്റെ ഈ ദുഃഖം പരിപൂർണമായിട്ടും ദൂരീകൃതമാവുകയും ചെയ്യും. പക്ഷേ ഇതിന് ഒരു അനുവാദം വേണം. എന്താ? രാജാവിൽ നിന്നുള്ളതായ അനുവാദം. രാജാവ് അനുവദിക്കാതെ നമുക്ക് യുധിഷ്ഠിരനെ ചൂതിനു വേണ്ടി വെല്ലുവിളിക്കാൻ പറ്റൂല. രാജാവ് അനുവദിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. നീ അദ്ദേഹത്തോട് ഇതെല്ലാം വേണ്ട പ്രകാരത്തില് പറഞ്ഞു കേൾപ്പിച്ച് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇതം തു സർവം തും രാജ്ഞേ ദുര്യോധന നിവേദയ. അല്ലയോ ദുര്യോധന, നീ തന്നെ അദ്ദേഹത്തെ അറിയിക്കണം. എന്തുകൊണ്ടെന്നാൽ ധൃതരാഷ്ട്രൻ നീ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കും, അതിനെ എതിർക്കില്ല. നീ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും അദ്ദേഹം എതിർക്കില്ല. നീ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കും. അതുകൊണ്ട് നീ ഇത് മുഴുവൻ അദ്ദേഹത്തെ അറിയിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കുക. എന്നിട്ട് ഒരു ദൂതനെ ഈ ഹസ്തനാപുരത്ത് നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയച്ച് യുധിഷ്ഠിരനെ ഇവിടെ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട്, ശകുനിയോട് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ കൊണ്ട് തന്നെ ക്ഷണിപ്പിക്കുക. അതാ വേണ്ടത്. അനുജ്ഞാതസ്തുതേ പിത്ര വിജയീതന്ന സംശയ. അല്ലയോ ദുര്യോധന, അദ്ദേഹം അനുവദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം അനുവദിക്കണമെങ്കിൽ നല്ല നിർബന്ധം ചെലുത്തിയാലേ പറ്റൂ. കാരണം ഈ ചൂതുകളി അപകടകാരിയാണ്. പാണ്ഡവന്മാരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യുദ്ധത്തിൽ കലാശിച്ചു എന്ന് വരും. അതൊക്കെ ഓർത്തിട്ട് അദ്ദേഹം ഭയക്കും. അതുകൊണ്ട് അദ്ദേഹം വേണ്ടെന്ന് പറയും. അതെല്ലാം നീ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നീ അദ്ദേഹത്തെ കൊണ്ട് ചൂത് കളിക്കാൻ വെല്ലുവിളിപ്പിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ജയിച്ച് സമ്മാനമായി നിനക്ക് തരാം. ശകുനി ദുര്യോധനോട് പറഞ്ഞു. അജ്ഞാനം, ദുര്യോധനന്റെ അജ്ഞാനം, അതിന് കീഴടങ്ങുന്ന ശകുനിയുടെ അജ്ഞാനം. ഇക്കാണായ ജഗത്തിൽ സർവപദാർത്ഥങ്ങളും നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ യഥാർത്ഥ സ്വരൂപം നാം ഈ കാണുന്ന പ്രകാരത്തിലല്ല. അതിന്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവ്, അത് മാത്രമാണ് സത്യം. അതിൽ ആ പരമാത്മാവിന്റെ തന്നെ ഇച്ഛയാൽ ഉണ്ടായി മറയുന്ന മായാമയമായ ദൃശ്യങ്ങളാണിതെല്ലാം. ഇതറിയുന്നയാള് ബ്രഹ്മജ്ഞാനി. ആ ആളിന്റെ മനസ്സ് ഒരിക്കലും അബദ്ധങ്ങളിൽ പോവില്ല. ഇതാണ് പൂർണ്ണജ്ഞാനം. ഇതിനപ്പുറം വേറൊരു ജ്ഞാനം നേടാനുമില്ല. ജ്ഞാനത്തെ അന്വേഷിക്കുന്ന ആളുകള് ക്രമേണ അനേകം പരീക്ഷണങ്ങൾ ചെയ്ത് ഓരോ പരീക്ഷണവും ചെന്ന് നിൽക്കുന്നത് അറിവിന്റെ ഓരോ മണ്ഡലത്തിലാണ്. പക്ഷേ അത് പൂർണ്ണമല്ല എന്ന് മറ്റനേകം കാരണങ്ങളാൽ തിരിച്ചറിഞ്ഞ് നേതി നേതി ഇതല്ല 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 എന്നിങ്ങനെ അറിഞ്ഞ് പൂർണ്ണമായ ജ്ഞാനത്തെ നേതി 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 എന്നുള്ള പ്രക്രിയയിലൂടെ അന്വേഷിച്ച് മുന്നോട്ട് പോകും, ഉള്ളിലേക്ക് പോകും. അങ്ങനെ സൂക്ഷ്മമണ്ഡലത്തിൽ നിന്ന് അതിനേക്കാളും സൂക്ഷ്മമണ്ഡലത്തിലേക്ക്, പിന്നെ അവിടെ നിന്നിട്ട് അതിനേക്കാളും സൂക്ഷ്മമണ്ഡലത്തിലേക്ക്, ഇങ്ങനെ നേത്തി 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 ഇതല്ല 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 ഇതിനും അപ്പുറമാണ് സത്യം എന്നിങ്ങനെ അന്വേഷിച്ച്
തിരിച്ചറിയും അവസാനം പരമമായിരിക്കുന്ന സത്യത്തെ. പിന്നെ അതിനപ്പുറം അന്വേഷിക്കാൻ വേറൊന്നുമില്ലാത്തതായ തലം വരെ എത്തിച്ചേരും. അത് ബ്രഹ്മജ്ഞാനം, അതാണ് പൂർണ്ണജ്ഞാനം. അതുള്ള ആളുകൾ ഒരിക്കലും തെറ്റിന്റെ മാർഗത്തിലേക്ക് പോവില്ല. അവർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ മായാമയമാണ് എന്നറിയാം. ഇതൊരു നാടകം മാത്രമാണ്. ആ നാടകത്തിൽ ഭാഗഭാക്കായിട്ട് അവർ ആനന്ദിക്കും. ലോകത്തിന് മുഴുവൻ അനുഗ്രഹം നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അത്രത്തോളം ഉയർന്നു പോയില്ലെങ്കിലും വളരെയേറെ ആളുകൾ ഈ പ്രപഞ്ചത്തിലെ സൗഖ്യങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ 4 ഋഷിമാർ പറഞ്ഞു തന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നത്. മോക്ഷം പരമമായിരിക്കുന്ന ജ്ഞാനം. അവിടെ വരെ എത്തിയില്ലെങ്കിലും ഈ ജന്മത്തിൽ അവിടം വരെ എത്തുവാനുള്ളതായ ആഗ്രഹം ഹൃദയത്തിൽ ദൃഢമായില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ദൃഢമായി നിൽക്കുന്ന വേറെ ഒരു സങ്കല്പമുണ്ട്, അർത്ഥകാമങ്ങൾ നേടുക എന്നുള്ളത്. അതരുത് എന്ന് ഭാരതീയ വേദാന്തം പറഞ്ഞിട്ടില്ല. അർത്ഥകാമങ്ങൾ നേടുക തന്നെ വേണം. പക്ഷെ അത് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയാകണം എന്ന് വേദാന്തശാസ്ത്രം നിർബന്ധിക്കും.